നമസ്തേ. ദാരുകാസുരവധമാണ് ഭദ്രകാളി മഹാത്മ്യത്തിൽ വിശദമായി പ്രതിപാദിച്ചിരിക്കുന്നത്. ഭദ്രകാളി മഹാത്മ്യം അഥവാ ഭദ്രോത്പത്തി മാർക്കണ്ഡേയ പുരാണത്തിലെ ഒരു ഭാഗമാണ്. മാർക്കണ്ഡേയ പുരാണത്തിൽ തന്നെ ഉൾക്കൊള്ളുന്നതാണ് പ്രസിദ്ധമായ ദേവി മഹാത്മ്യം അഥവാ ദുർഗാ സപ്തശതി. കേരളത്തിലെ പലവിധ കലാരൂപങ്ങളുടെ, പ്രത്യേകിച്ചും നാട്യരൂപങ്ങളുടെ അടിസ്ഥാനം ഭദ്രകാളി മഹാത്മ്യമാണ്. പുരാതന കാലം മുതൽക്ക് തന്നെ കേരള ജനതയ്ക്ക് പ്രിയങ്കരിയായ ദേവീരൂപമാണ് ഭദ്രകാളിയുടേത്. കാളിയുടെ ഐശ്വര്യം തുളുമ്പുന്ന രൂപം കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ആയോധന കലകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഭദ്ര എന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഭദ്രകാളി സർവ ഐശ്വര്യപ്രദായിനിയാണ്. ഭദ്രകാളി മഹാത്മ്യം പാരായണം ചെയ്യുന്നത് പ്രശ്നപരിഹാരങ്ങൾക്കും രോഗശാന്തിക്കും അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു. ഭദ്രകാളി ദേവിയുടെ മഹാത്മ്യത്തെക്കുറിച്ചുള്ള ധ്യാനവും അവ മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കുന്നതും സമൃദ്ധി, സമ്പത്ത്, സന്തതി പരമ്പരകൾ, ആരോഗ്യം എന്നിവയ്ക്കുള്ള ഉന്നമനവും ആത്മീയ വളർച്ചയും പ്രദാനം ചെയ്യുന്നു. ഭദ്രകാളി മഹാത്മ്യത്തിൽ 9 അധ്യായങ്ങൾ ഉൾപ്പെടുന്നു. ഇത് മാർക്കണ്ഡേയ ഋഷി ശിവശർമാവ് എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന് പറഞ്ഞുകൊടുത്തതായി എഴുതപ്പെട്ടിരിക്കുന്നു. സുതീക്ഷണ മഹർഷി അദ്ദേഹത്തിന്റെ ശിഷ്യനായ ചന്ദ്രസേനൻ മഹാരാജാവിന് ഉപദേശിക്കുന്നതാണ് ഭദ്രകാളി മഹാത്മ്യത്തിന്റെ കഥ. 1-ാം അധ്യായം. ഒരിക്കൽ മഹാരാജ ചന്ദ്രസേനൻ മന്ത്രിമാരും സൈനികരുമൊത്ത് വേട്ടയാടാൻ പുറപ്പെട്ടു. യാത്രാമധ്യേ ഒരു വലിയ ചിതൽപുറ്റിനു സമീപം രാജാവും പരിവാരങ്ങളും ആനകളെ ബന്ധിച്ച് വിശ്രമിക്കുവാൻ തുടങ്ങി. രാജാവും സുഹൃത്തുക്കളും ചൂതുകളിയിൽ മുഴുകിയിരിക്കെ ആനകൾ കാലുകൾ കൊണ്ട് ചിതൽപുറ്റ് തകർത്തു. തകർന്ന പുറ്റിൽ നിന്നും ഭീകരരൂപിയും ഭയാനകനുമായ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു. ആനകളുടെ ഈ ചെയ്തിയിൽ ക്രൂധനായ ആ ജീവി ആനകളെ ഞൊടിയിടയിൽ ഭക്ഷണമാക്കിയിട്ട് ദേഷ്യത്തോടെ രാജാവിന്റെ അടുത്തേക്ക് ചെന്നു. പരിഭ്രാന്തരായ രാജാവും പരിവാരങ്ങളും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നാനാവഴിക്കും പാഞ്ഞു. അങ്ങനെ രാജാവ് ഒടുവിൽ മഹർഷി സുതീക്ഷണന്റെ ആശ്രമത്തിലെത്തി. സഹായത്തിനായുള്ള രാജാവിന്റെ നിലവിളി കേട്ട് മുനി പുറത്തേക്ക് വന്നു. എന്നിട്ട് രാജാവിന്റെയും പരിവാരങ്ങളുടെയും അവസ്ഥ കണ്ട് ആ ഭീകരജീവിയോട് പറഞ്ഞു, അല്ലയോ മഹാഭൂതമേ, ഭദ്രകാളിയുടെ പ്രിയഭൃത്യ, രാജാവ് അജ്ഞതയിൽ ചെയ്തു പോയതാണ്. ദയവായി അവരോട് ക്ഷമിക്കൂ. മുനിയുടെ ഈ പ്രാർത്ഥന കേട്ട് ആ ഭീകരജീവി പിൻവാങ്ങി. ആരാണ് ഭദ്രകാളി? രാജാവ് ആശ്ചര്യത്തോടെ ചോദിച്ചു. ദയവായി വിശദമായി പറഞ്ഞു തന്നാലും എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിച്ചാലും, അദ്ദേഹം മുനിയോട് അപേക്ഷിച്ചു. തുടർന്ന് ഭദ്രകാളി ദേവിയുടെ മഹാത്മ്യത്തെക്കുറിച്ച് സുതീക്ഷണൻ മഹർഷി വിവരിക്കുവാൻ തുടങ്ങി. പണ്ട് ദേവന്മാരും അസുരന്മാരും തമ്മിൽ കടുത്ത യുദ്ധം നടന്നു. ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് മഹാവിഷ്ണു തന്റെ സുദർശന ചക്രത്താൽ അസുരന്മാരെയെല്ലാം നിഗ്രഹിച്ചു. അസുരകുലം മുടിയുന്നത് കണ്ട് 4 അസുരകന്യകമാർ രക്ഷപ്പെട്ട് പാതാള ലോകത്തിൽ ഒളിച്ചു. കഠിനമായ തപസ് ചെയ്ത് ബ്രഹ്മാവിന്റെ പ്രീതി നേടാനും അങ്ങനെ അസുരന്മാരെ രക്ഷിക്കാനും അവർ തീരുമാനിച്ചു. അവരിൽ 2 പേര് ദാനവതിയും ദാരുമതിയും ഗോകർണത്തിൽ പോയി അവിടുത്തെ ശിവക്ഷേത്രത്തിൽ കഠിനമായ തപസ്സനുഷ്ഠിച്ചു. അങ്ങേയറ്റം ഭക്തിയോടും ശ്രദ്ധയോടും ഭക്ഷണവും ഉറക്കവും വെടിഞ്ഞു പഞ്ചാഗ്നി മധ്യയിൽ അവർ കഠിനമായ തപസ്സനുഷ്ഠിച്ചു. ഒടുവിൽ തപസ്സിൽ സന്തുഷ്ടനായ ബ്രഹ്മദേവൻ അവരുടെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ടു. എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചു. ഇരുവരും വരമായി അസുരവംശത്തിന്റെ മഹത്വം പുനഃസ്ഥാപിക്കാനായി ശക്തരായ ഓരോ പുത്രന്മാരെ വീതം ആവശ്യപ്പെട്ടു. വരം ലഭിച്ച ശേഷം
അവർ സന്തോഷത്തോടെ ഭർത്താക്കന്മാരുടെ അടുത്തേക്ക് മടങ്ങി. ലഭിച്ച വരത്തെക്കുറിച്ച് അവരെ അറിയിച്ചു. കാലക്രമേണ ദാനവതിക്ക് ദാനവനും ദാരുമതിക്ക് ദാരുകനും ജനിച്ചു. അവരുടെ ജനന സമയത്ത് നിരവധി അശുഭ ശകുനങ്ങളും ദുർനിമിത്തങ്ങളും പ്രകൃതിയിൽ സംജാതമായി. ഈ 2 ആൺകുട്ടികളും മഹാവിഷ്ണുവും മറ്റു ദേവന്മാരും അസുരന്മാർക്കെതിരെ നടത്തിയ ക്രൂരതകളെ കുറിച്ചുള്ള കഥകൾ കേട്ടാണ് വളർന്നത്. കൗമാരം വിട്ടപ്പോൾ അമ്മയുടെ ഉപദേശത്താൽ ദാരുകൻ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തുന്നതിനും അനുഗ്രഹം നേടുന്നതിനുമായി കഠിനമായ തപസ്സനുഷ്ഠിക്കാൻ പുറപ്പെട്ടു. മഴയോ സൂര്യനെയോ തീയോ വെള്ളമോ എന്നിവയൊന്നിനെയും ഗൗനിക്കാതെ വായു മാത്രം ഭക്ഷിച്ച് മരത്തിൽ നിന്ന് തല കീഴാകെ തൂങ്ങിക്കിടന്ന് അദ്ദേഹം ഘോര തപസ്സനുഷ്ഠിച്ചു. ദാരുകന്റെ ഉദ്ദേശമറിയാവുന്ന ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടില്ല. അവസാനം സ്വന്തം തലയെ ഹോമകുണ്ഡത്തിലേക്ക് ബലിയർപ്പിക്കാൻ തുനിഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു. ഭൂമിയിൽ പതിക്കുന്ന നിന്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ശക്തരായ അസുരന്മാർ ജനിക്കും എന്ന് ദാരുകനെ അനുഗ്രഹിച്ചു. നീ മറ്റെന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ബ്രഹ്മാവ് തുടർന്നു ചോദിച്ചു. മറുപടിയായി ദാരുകൻ പറഞ്ഞു, ദേവന്മാരാലോ അസുരന്മാരാലോ ത്രിമൂർത്തികളായ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരാലോ പുരുഷന്മാരാലോ ഗന്ധർവന്മാരാലോ കിന്നരന്മാരാലോ ഞാൻ വധിക്കപ്പെടാൻ പാടില്ല. 10,000 ആനകളുടെ ശക്തി എനിക്ക് തന്നാലും, കൂടാതെ ബ്രഹ്മദണ്ഡ്, മറ്റ് ശക്തമായ ആയുധങ്ങൾ, മായാവിദ്യ എന്നിവ തന്നാലും, എല്ലാ മായാമന്ത്രദേവകളും താമസിക ദേവകളും എന്റെ വെളിപ്പുറത്തുണ്ടാകാനുള്ള ശക്തി തന്ന് എന്നെ അനുഗ്രഹിച്ചാലും. ചോദിച്ച വരങ്ങൾ അദ്ദേഹത്തിന് നൽകിയ ശേഷം ബ്രഹ്മാവ് ചോദിച്ചു, വധിക്കാൻ പറ്റാത്തവരുടെ പട്ടികയിൽ എന്തുകൊണ്ട് സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടില്ല? ദാരുകൻ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, ഒരു സ്ത്രീക്ക് എന്നെ പോലെ ശക്തനായ ഒരാളെ എങ്ങനെ കൊല്ലാൻ കഴിയും? അഹങ്കാരത്തോടെയുള്ള ഈ മറുപടി കേട്ടപ്പോൾ ബ്രഹ്മദേവൻ അപ്രത്യക്ഷനായി. ദാരുകൻ സസന്തോഷം സഹോദരന്റെയും മാതാപിതാക്കളുടെയും അടുത്തേക്ക് മടങ്ങി തനിക്ക് ലഭിച്ച വരങ്ങളുടെ വാർത്ത അറിയിച്ചു. ബന്ധുജനാദികൾ സന്തോഷത്തോടെ അവനെ സ്വീകരിച്ച് അസുര രാജാവായി വാഴിച്ചു. തുടർന്ന് ദാരുകൻ അസുര വാസ്തുശില്പിയായ മയനെ വിളിച്ചു ശ്രേഷ്ഠമായ ഒരു അസുര രാജധാനി സൃഷ്ടിക്കുവാൻ ഉത്തരവിട്ടു. വിശാലവും മനോഹരവുമായ കൊട്ടാരങ്ങൾ, പൂന്തോട്ടങ്ങൾ, തടാകങ്ങൾ, കോട്ടകൾ, കേളീഗ്രഹങ്ങൾ, ഗോപുരങ്ങൾ തുടങ്ങിയവ നിർമ്മിച്ചു. ഇന്ദ്രരാജധാനിയോട് കിടപിടിക്കുന്ന ഒരു സമ്പൂർണ്ണ തലസ്ഥാന നഗരമായിരുന്നു അത്. അസുരജനങ്ങളുടെ ജയഭേരി കേട്ടിട്ട് സുദർശന ചക്രത്തിൽ നിന്നും രക്ഷ തേടി പർവ്വത ഗുഹകളിൽ ഒളിച്ചിരുന്ന എല്ലാ അസുരന്മാരും തലസ്ഥാന നഗരിയിൽ ഒത്തുകൂടി. അവർക്ക് വേണ്ട ആയുധങ്ങളും സാമഗ്രികളും നൽകിയ ശേഷം ദാരുകന്റെ സൈന്യം ഇന്ദ്രന്റെ തലസ്ഥാനം വളഞ്ഞു. യുദ്ധകാഹളം മുഴക്കി. 2-ാം അധ്യായം. ദാരുക വൃന്ദത്തിന്റെ യുദ്ധകാഹളം കേട്ട് ഇന്ദ്രൻ തന്റെ വാഹനമായ ഐരാവതത്തിലേറി വജ്രായുധം പ്രയോഗിച്ചു. അനേകം അസുരന്മാരുടെ കണ്ഠത്തിൽ നിന്നും ഒഴുകുന്ന രക്തം പർവ്വതങ്ങളിൽ നിന്നും ഒഴുകുന്ന നദി പോലെ തിളങ്ങി. മറ്റസുരന്മാർ പരാജയപ്പെടുന്നത് കണ്ട് കോപാകുലനായ ദാരുകൻ ദേവന്മാർക്കെതിരെ അസ്ത്രമാരി തീർത്തു. തത്ഫലമായി ദേവന്മാർക്ക് പലായനം ചെയ്യേണ്ടി വന്നു. ഇന്ദ്രന്റെ വജ്രായുധത്തിനെതിരെ ദാരുകൻ ബ്രഹ്മദണ്ഡ് കയ്യിലെടുത്തു. ഇതിൽ സംഭീതനായ ഇന്ദ്രനും പലായനം ചെയ്തു. അങ്ങനെ ദേവലോകം കീഴടക്കി ദാരുകൻ ഭരണം ആരംഭിച്ചു. അതിക്രൂരന്മാരായ
8 മന്ത്രിമാരെ 8 ദിശകളുടെ രക്ഷാധികാരികളായി അദ്ദേഹം നിയമിച്ചു. യാഗങ്ങൾ നശിപ്പിക്കപ്പെട്ടു, സ്ത്രീകൾ ഉപദ്രവിപ്പിക്കപ്പെട്ടു, പശുക്കളെയും ബ്രാഹ്മണരെയും പീഡിപ്പിച്ചു. ഇന്ദ്രപുരിയിൽ നിന്നും അതിവിശിഷ്ടങ്ങളായ വൃക്ഷങ്ങളെയും അമൂല്യങ്ങളായ ആഭരണങ്ങളും രത്നങ്ങളും കൊള്ളയടിച്ച് സ്വന്തം തലസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. ഭൂമിയിലെ തടാകങ്ങളും കിണറുകളും മണലും കല്ലും ഇട്ടു മൂടി. ഗോശാലയങ്ങൾ അടച്ചിട്ട് 4 വശത്തിൽ നിന്നും തീയിട്ടു. ഈ വിധത്തിൽ 3 ലോകങ്ങളിലും തന്റെ ക്രൂരവും ഹീനവുമായ ഭരണം വ്യാപിപ്പിച്ച ശേഷം ദാരുകൻ മയാസുരന്റെ അതിസുന്ദരിയായ പുത്രി മനോദരിയെ വിവാഹം കഴിച്ചു. മതോന്മത്തനായി ഉല്ലസിച്ചു ജീവിച്ചു പോന്നു. ദേവലോകത്തിലെ അപ്സരസുകൾ ഉർവശി, രംഭ, മേനക തുടങ്ങിയവരെ എല്ലാം മനോദരിയുടെ ദാസിമാരായിട്ട് അവരോധിച്ചു. അവരെ അടിമകളായിട്ടാണ് പരിഗണിച്ചിരുന്നത്. 3 ലോകങ്ങളിലെയും സുന്ദരികളായ സ്ത്രീകളെ പിടികൂടി ഭാര്യമാരായി കൊട്ടാരത്തിൽ പാർപ്പിച്ചു. മറ്റെല്ലാ സ്ത്രീകളെയും അടിമകളാക്കി വെച്ചു. ഇപ്രകാരം അഹങ്കാരത്താലും ധിക്കാരത്താലും മതിമറന്ന് ലൗകികങ്ങളായ എല്ലാ ആനന്ദങ്ങളും അർമാദിച്ചനുഭവിച്ച് 3 ലോകങ്ങളെയും ദാരുകൻ ഭരിച്ചു. 3-ാം അധ്യായം. ദാരുകന്റെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയാതെ ഇന്ദ്രനും മറ്റ് ദേവന്മാരും ബ്രഹ്മാവിനെ സമീപിച്ച് സഹായം അഭ്യർത്ഥിച്ചു. ദേവന്മാരുടെ സ്തുതിഗീതങ്ങളിൽ പ്രസീതനായ ബ്രഹ്മാവ് അവരോടൊപ്പം വിഷ്ണുലോകത്തേക്ക് പുറപ്പെട്ടു. അനന്തനാഗശയനായ മഹാവിഷ്ണുവിന്റെ സദ്ഗുണങ്ങളെ അവർ വാഴ്ത്തി. ദാരുകവധത്തിന് അനുയോജ്യൻ രുദ്രനാണെന്ന് സമർത്ഥിച്ച വിഷ്ണു അവരോടൊപ്പം കൈലാസത്തിലേക്ക് യാത്രയായി. അവിടെ ഉമാസമേതനായ മഹാദേവനെ പ്രണമിച്ച് സങ്കടമുണർത്തിച്ചു. അദ്ദേഹവുമായി കൂടിയാലോചിച്ച ശേഷം ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, കാർത്തികേയൻ, യമൻ, ഇന്ദ്രൻ എന്നിവരിൽ നിന്നും യഥാക്രമം ബ്രാഹ്മണി, വൈഷ്ണവി, മഹേശ്വരി, കൗമാരി, വരാഹി, ഇന്ദ്രാണി എന്നീ ഉഗ്ര തേജസ്വിമാരായ 6 ശക്തിമാർ സൃഷ്ടിക്കപ്പെട്ടു. തുടർന്ന് ദേവന്മാർ തങ്ങളുടെ ആയുധവും വാഹനവും നൽകി. ഉചിതമായ രീതിയിൽ സായുധ സന്നദ്ധയോടെ ശക്തിമാർ ദാരുകാപുരത്തേക്ക് പുറപ്പെട്ടു. 6 ദേവതകളും അവരുടെ ഭൂതഗണങ്ങളും ദാരുകാപുരി വളഞ്ഞ് രണഭേരി മുഴക്കി. യുദ്ധകാഹളം കേട്ട ദാരുകൻ നിജസ്ഥിതി അറിഞ്ഞു വരുവാനായി തന്റെ ദൂതനെ പറഞ്ഞു വിടുന്നു. സായുധധാരികളായ 6 സ്ത്രീകൾ യുദ്ധത്തിനു വന്നിരിക്കുന്നുവെന്ന് ദൂതൻ ദാരികനെ അറിയിച്ചു. ശകുനങ്ങൾ തങ്ങളുടെ നാശത്തെ സൂചിപ്പിക്കുന്നു എന്ന് ദൂതന്റെ ഉപദേശം കേട്ട് 6 സ്ത്രീകളെയും പിടികൂടി ദാസിമാരാക്കി തന്റെ അടുക്കൽ കൊണ്ടുവരാൻ ദാരുകൻ സേനാധിപതിയായ മഹാകപാലനോട് ആജ്ഞാപിച്ചു. മഹാകപാലനും മറ്റ് മന്ത്രിമാരും ഷഡ്മാതൃകളായുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഇതറിഞ്ഞു കോപാകുലനായ ദാരുകൻ തന്റെ സഹോദരൻ ദാനവനെ വിളിപ്പിച്ചു. ഒരു വലിയ സൈന്യവുമായി 6 മാതൃദേവതകളെ നശിപ്പിക്കാൻ ദാനവനെ അയച്ചു. ത്രിശൂലം കൊണ്ട് മഹേശ്വരി ദാനവന്റെ നെഞ്ചു പിളർന്നു. രക്തം ധാരധാരയായി ഒരു നദി പോലെ പുറത്തേക്ക് വർഷിച്ചു. തുടർന്ന് ഒരു പർവ്വതം ഇടിഞ്ഞു വീഴുന്നത് പോലെ ദാനവൻ നിലം പതിച്ചു. അങ്ങനെ അസുരന്മാരെ കീഴടക്കി വിജയികളായി നിൽക്കുന്ന 6 ദേവതകളെയും ദേവന്മാർ സ്തുതിച്ചു. 4-ാം അധ്യായം. സഹോദരന്റെ വധത്തിൽ ക്രൂധനായ ദാരുകൻ ഒടുവിൽ പൂർണ്ണ ആയുധധാരിയായി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു. 32 കുതിരകളെ പൂട്ടിയ സ്വർണരഥത്തിൽ
ഇരുന്നു കൊണ്ട് ആന, രഥം, കുതിരപ്പട, കാലാൾപ്പട എന്നിവ ഉൾപ്പെടുന്ന 4 സൈന്യത്തെയും നയിച്ചുകൊണ്ട് അദ്ദേഹം ദേവതകളെ വെല്ലുവിളിച്ചു. അസ്ത്രമാരി തീർത്ത് ആക്രമിക്കുകയും ചെയ്തു. പക്ഷേ അവ മൂലം ഒരു പ്രയോജനവും കാണാതെ ദാരുകൻ ബ്രഹ്മദണ്ഡം പ്രയോഗിച്ചു. പക്ഷെ വീണ്ടും ദേവിമാരുടെ മുൻപിൽ എല്ലാം നിഷ്ഫലമായി പോയി. തങ്ങൾ ശിവനിൽ നിന്ന് ആരംഭിക്കുന്ന എല്ലാ ദൈവങ്ങളുടെയും ശക്തിയാണെന്നും അതിനാൽ ആയുധങ്ങൾക്കൊന്നും തങ്ങളെ നശിപ്പിക്കാനാവില്ലെന്നും ദേവതകൾ ദാരുകനെ അറിയിച്ചു. ദേവതകളെ നശിപ്പിക്കുന്നതിൽ ദാരുകന്റെ മന്ത്രങ്ങളും പരാജയപ്പെട്ടപ്പോൾ അവരെ ആക്രമിക്കാൻ അദ്ദേഹം മായാശക്തി ഉപയോഗിച്ചു. വാളും പരിചയും പാമ്പുകളായും കടുവകളായും മാറി. പക്ഷേ ദേവതകൾ അവയെ തൽക്ഷണം ഭസ്മമാക്കി. അപ്പോൾ മഹേശ്വരി ദേവി തൃശൂലം ദാരുകനിൽ പ്രയോഗിച്ചു. ബ്രഹ്മദേവന്റെ വരപ്രകാരം തറയിൽ വീണ് ദാരുകന്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്നും ആയിരക്കണക്കിന് ശക്തന്മാരായ അസുരന്മാർ സൃഷ്ടിക്കപ്പെട്ടു. ഇപ്രകാരം ദാരുകനെ വധിക്കുന്നത് അസാധ്യമാണെന്ന് വരികയും ആസന്നമായ തോൽവി മനസ്സിലാക്കിയ ദേവതകൾ യുദ്ധക്കളത്തിൽ നിന്ന് മാറി ഒരു ഗുഹയിലേക്ക് പിൻവാങ്ങി. ഇതിനിടയിൽ ത്രിമൂർത്തികളെ കൊല്ലാൻ ദാരുകൻ തന്റെ അനുയായികളിൽ ചിലരോട് ആവശ്യപ്പെട്ടെങ്കിലും മന്ത്രിമാരുടെ ഉപദേശപ്രകാരം അദ്ദേഹം പിൻവാങ്ങി. ഈ സമയം നാരദമുനി ദാരുകന്റെ മുൻപിൽ വന്നു. അദ്ദേഹം ത്രിമൂർത്തികളുടെ സദ്ഗുണങ്ങളെ പ്രകീർത്തിക്കുകയും ദാരുകന്റെ പോരായ്മകളെ നിന്ദിക്കുകയും ചെയ്തു. പ്രകോപിതനായ ദാരുകൻ നാരദ മഹർഷിയെ ആക്രമിക്കാൻ തുനിഞ്ഞു. എന്നാൽ നാരദ മഹർഷി കൈലാസ പർവ്വതത്തിലേക്ക് രക്ഷപ്പെട്ട് മഹാദേവന്റെ കാൽക്കൽ വീണ് സ്തുതിഗീതങ്ങൾ ആലപിച്ചു. ദാരുകൻ ചെയ്ത എല്ലാ ക്രൂരകർമ്മങ്ങളും അനീതികളും അദ്ദേഹം മഹാദേവനോട് ഉണർത്തിച്ചു. എന്നിട്ട് തൃക്കണ്ണിനാൽ ദാരുകനെ നശിപ്പിക്കാൻ അപേക്ഷിച്ചു. ഇത് കേട്ട് കോപാവിഷ്ടനായ പരമേശ്വരൻ തൃശൂലവും മഴുവും ആയുധമേന്തിയ ഘോരമായ പുരാതനമായ യോദ്ധാവിന്റെ രൂപം പൂണ്ടു. 5-ാം അധ്യായം. അത്യന്തം വിനാശകാരിയും അതിഘോരവുമായ സംഹാരരുദ്രനായി മാറിയ പരമശിവന്റെ തൃക്കണ്ണിൽ നിന്നും തീയും പുകയും പുറപ്പെടാൻ തുടങ്ങി. ആർക്കും നേരിട്ട് നോക്കാൻ കഴിയാത്ത ആ തൃക്കണ്ണിന്റെ അഗ്നിയിൽ നിന്നും അതിഭയാനകമായ ഇരുണ്ട നിറത്തോടു കൂടിയ ഭദ്രകാളി സംഭൂതയായി. ചെവി പൊട്ടുന്ന ഗർജനത്തോടെ ദേവി ശിവന്റെ തൃക്കണ്ണിൽ നിന്ന് ചാടിയപ്പോൾ കൈലാസ പർവ്വതം പ്രകമ്പനം കൊണ്ടു. ഭൂതഗണാദികൾ ഭയത്തോടെ വിറച്ചു. സമുദ്രങ്ങളിൽ കൊടുങ്കാറ്റ് വീശി ഭീകരാവസ്ഥ സംജാതമായി. മകളെ, ഭയപ്പെടുത്തുന്ന ഈ രൂപത്തിൽ നിന്നും ശാന്തയായാലും മറ്റ് 6 ദേവതകളോടൊപ്പം നിങ്ങൾ 7 പേരെ സപ്തമാതൃക്കൾ എന്ന് വിളിക്കപ്പെടും. നീ ചാമുണ്ട എന്നറിയപ്പെടും. പാർവതി ദേവിയുടെ വാത്സല്യത്തോടെയുള്ള വാക്കുകൾ ഭദ്രകാളിയെ ശാന്തയാക്കി. ചാമുണ്ട രൂപം ചുരുക്കി അമ്മ പാർവതിയെ വണങ്ങി. ഭദ്രകാളിക്ക് ഒരു മുഖവും 3 കണ്ണുകളും 16 കൈകളും ഉണ്ടായിരുന്നു. കമ്മലുകളായി ആനയുടെ തലയും സിംഹത്തിന്റെ തലയും ധരിക്കപ്പെട്ടിരുന്നു. സർവാഭരണങ്ങൾ ധരിച്ച ചാമുണ്ടയുടെ കൈകളിൽ അതിശക്തങ്ങളായ ആയുധങ്ങൾ ഏന്തിയിരുന്നു. പരമശിവൻ തന്റെ എല്ലാ മഹത്വവും തേജസ്സും ചാമുണ്ടയ്ക്ക് നൽകി അനുഗ്രഹിച്ചു.
എന്താണ് തന്റെ ജന്മത്തിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ ശിവൻ പറഞ്ഞു, ഈ 3 ലോകങ്ങൾക്കും ഭാരമായി 10,000 ആനകളുടെ ശക്തിയുള്ള ദാരുകനെ വധിക്കുവിൻ. എന്നിട്ട് അതിമാരകങ്ങളായ നിരവധി ആയുധങ്ങളും ശക്തമായ സൈന്യവും ഭദ്രകാളിക്ക് പരമശിവൻ നൽകി അനുഗ്രഹിച്ചു. കൈലാസത്തിന് പുറത്തുള്ള കാട്ടിൽ ഭദ്രകാളി ഒരു വേതാളത്തിനെ കണ്ടുമുട്ടി. തന്റെ വാഹനമായി അവളെ വഹിക്കാൻ കാളി വേതാളത്തിനോട് ആവശ്യപ്പെട്ടു. ഭക്ഷണവും വെള്ളവും ഇല്ലാതെ താൻ ക്ഷീണിതയായതിനാൽ കാളിയെ വഹിക്കാനുള്ള ഊർജമില്ലെന്ന് വേതാളം കാളിയോട് പറഞ്ഞു. ദാരുകന്റെ കൊട്ടാരത്തിൽ കോടിക്കണക്കിന് അസുരന്മാരുടെ വിരുന്ന് കാളി വാഗ്ദാനം ചെയ്തു. ഇത് കേട്ട് കാളിയുടെ വാഹനമാകാൻ വേതാളം സന്തോഷത്തോടെ സമ്മതിക്കുകയും കാളിയെ അവളുടെ ചുമലിൽ വഹിക്കുവാനും തുടങ്ങി. ശംഖനാദം മുഴക്കിയും പെരുമ്പറ പൊട്ടിയും കാളിയോടൊപ്പം ഭൂതഗണാദികളുടെയും ദേവന്മാരുടെയും സൈന്യം ദാരുകന്റെ കൊട്ടാരത്തിൽ എത്തി യുദ്ധകാഹളം പുറപ്പെടുവിപ്പിച്ചു. അന്വേഷണത്തിനായി ദാരുകൻ അയച്ച ഭൂതനെ ഭൂതഗണാദികൾ മർദ്ദിച്ചു. കഴുത്തിൽ ഒരു വലിയ മരക്കഷ്ണം കെട്ടിയിട്ട് ആഗമനോദ്ദേശം അറിയിക്കുവാൻ ദാരുകന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. ദാരുകൻ തന്റെ 8 മന്ത്രിമാരെയും 4 സൈന്യത്തെയും സജ്ജമാക്കി യുദ്ധത്തിനയച്ചു. അസുര സൈന്യവും ദേവസൈന്യവും തമ്മിൽ കടുത്ത യുദ്ധം നടന്നു. ഭൂതഗണാദികൾ അസുര സൈന്യത്തെ കൊന്നുകൂട്ടി അവരുടെ രക്തം പാനം ചെയ്തു. അങ്ങനെ ഭദ്രകാളിയുടെ സൈന്യം അസുര സൈന്യത്തെ നിഷ്പ്രഭമാക്കി. 6-ാം അധ്യായം. കാളിയും ദാരുകനും തമ്മിലുള്ള ഘോരവും ദാരുണവുമായ യുദ്ധത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ എല്ലാ സ്വർഗവാസികളും ഒത്തുകൂടി. ദേവന്മാർ, യക്ഷന്മാർ, കിന്നരന്മാർ, സപ്തഋഷികൾ, വിദ്യാധരന്മാർ എന്നിവരെല്ലാം ജഗദംബ ഭദ്രകാളിയുടെ സ്തുതിഗീതങ്ങൾ ആലപിച്ചു. ഭദ്രകാളി മഹാത്മ്യം അധ്യായം 6-ലെ 5 മുതൽ 69 വരെയുള്ള ശ്ലോകങ്ങളിൽ ഭദ്രകാളി സ്തുതി ഉൾപ്പെടുന്നു. ഈ സ്തുതിയുടെ ദൈനംദിന പാരായണം എല്ലാ സങ്കടങ്ങളും പ്രതിബന്ധങ്ങളും നീക്കി ശുഭകരവും സന്തോഷകരവുമായ ജീവിതത്തെ പ്രദാനം ചെയ്യുന്നു. ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായത്തിലെ നാരായണീ സ്തുതിക്ക് സമാനമാണ് ഈ സ്തുതി. ഭദ്രകാളി മഹാത്മ്യത്തിലെ ഭദ്രകാളി സ്തുതിയും ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതിയും അവയുടെ പദാവലിയിലും വിവരണങ്ങളിലും സമാനമാണ്. ദേവി മഹാത്മ്യത്തിലെ ചാമുണ്ഡ ദേവിയുടെ വിവരണത്തെക്കാൾ ഭദ്രകാളി മഹാത്മ്യത്തിലെ ഭദ്രകാളിയുടെ വിവരണം ഉഗ്രമൂർത്തിയുടേതാണ്. ദേവിയെ 2 സ്തുതികളിലും പരാശക്തിയായാണ് വർണ്ണിച്ചിരിക്കുന്നത്. ദേവി മഹാത്മ്യത്തിൽ ചണ്ഡനെയും മുണ്ഡനെയും വധിച്ചവൾ എന്ന നിലയിലാണ് ചാമുണ്ഡ എന്ന പരാമർശം ദേവിക്ക് ലഭിക്കുന്നത്. ഭദ്രകാളി സ്തുതിയിലാകട്ടെ അങ്ങനെയാണ് ഭദ്രകാളിയെ പ്രശംസിച്ചിരിക്കുന്നതും. തന്റെ സ്തുതിഗീതങ്ങൾ കേട്ട് ദേവി ദേവന്മാരെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. വേതാളത്തിന്റെയും ഭൂതഗണാദികളുടെയും ഭയാനകമായ ശബ്ദഘോഷങ്ങൾ 3 ലോകങ്ങളെയും വിറപ്പിച്ചു. 7-ാം അധ്യായം. യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുൻപ് ദാരുകൻ തന്റെ ഭാര്യ മനോദരിക്ക് ബ്രഹ്മദേവൻ കൊടുത്ത 2 ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചു. തന്റെ വിജയത്തിനു വേണ്ടി ദിവസേന അവ വിശുദ്ധിയോടെ ചൊല്ലാനും സന്യാസിമാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അതിഥികളെ തന്റെ അഭാവത്തിൽ സേവിക്കുവാനും അദ്ദേഹം അവളെ ഉപദേശിച്ചു.
തുടർന്ന് സുസജ്ജനനായ ദാരുകൻ യുദ്ധത്തിന് പുറപ്പെട്ടു. ദേവിയുടെയും ദാരുകന്റെയും സൈന്യം ശക്തമായി ഏറ്റുമുട്ടി. ദാരുകന്റെ എല്ലാ അസ്ത്രങ്ങളും ദേവി നിർവീര്യമാക്കി. അഗ്നേയാസ്ത്രത്തെ പാർജന്യാസ്ത്രം കൊണ്ടും വരുണാസ്ത്രത്തെ പാർവതാസ്ത്രം കൊണ്ടും തിമിരാസ്ത്രത്തെ സൂര്യാസ്ത്രം കൊണ്ടും നാഗാസ്ത്രത്തെ ഗരുഡാസ്ത്രം കൊണ്ടും മാതംഗാസ്ത്രത്തെ സിംഹാസ്ത്രം കൊണ്ടും മഹിഷാസ്ത്രത്തെ അശ്വാസ്ത്രം കൊണ്ടും പർവതാസ്ത്രത്തെ വജ്രായുധം കൊണ്ടും ദേവി നേരിട്ടു. ഇപ്രകാരം ദിവ്യാസ്ത്രങ്ങളെല്ലാം വിഫലമായപ്പോൾ ദാരുകൻ ദേവിക്കു നേരെ ബ്രഹ്മദണ്ഡം പ്രയോഗിച്ചു. ഇത് കണ്ട് ഭയപ്പെട്ട ദേവന്മാരും ബ്രാഹ്മണരും ഋഷിമാരും ബ്രഹ്മദേവനെ സ്തുതികളാൽ പ്രകീർത്തിച്ചു. അതിനാൽ ബ്രഹ്മദണ്ഡിന്റെ തീവ്രത ഒരൽപ്പം കുറഞ്ഞു. ഭദ്രകാളി യുദ്ധഭൂമി വിട്ട് വിശ്രമിക്കാൻ മറ്റൊരു വിദൂര സ്ഥലത്തേക്ക് മാറി. അപ്പോൾ ശ്രീ ദുർഗാദേവി കാളിയുടെ മുൻപാകെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ദാരുകൻ തന്റെ ഭാര്യയ്ക്ക് ബ്രഹ്മാവിൽ നിന്ന് ലഭിച്ച 2 വരങ്ങൾ മന്ത്രങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ വേഷം മാറി അവളുടെ അടുത്തേക്ക് പോയി അത് ഗ്രഹിക്കട്ടെ. അതുവരെ ദേവി ഇവിടെ വിശ്രമിക്കുക. ദരിദ്രയായ ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ വേഷത്തിൽ ദുർഗാദേവി മനോദരിയുടെ അടുത്ത് ചെന്ന് ഭിക്ഷയാചിച്ചു. മനോദരി അവരെ വളരെ ആതിഥ്യ മര്യാദയോടെ സ്വീകരിച്ചു. സ്വർണം, വസ്ത്രം, രത്നങ്ങൾ അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന എന്തും നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. ബ്രാഹ്മണ സ്ത്രീ ഇപ്രകാരം പറഞ്ഞു, മോക്ഷമാർഗത്തിൽ സഞ്ചരിക്കുന്ന എനിക്ക് അത്തരം കാര്യങ്ങളിൽ താല്പര്യമില്ല. ഞാൻ തേടുന്നത് ദിവ്യമന്ത്രങ്ങളാണ്. ബ്രഹ്മദേവൻ നിങ്ങളുടെ ഭർത്താവിന് നൽകിയ മന്ത്രങ്ങൾ. ഒരാൾ മാത്രമേ ഇത് ചൊല്ലുന്നുള്ളൂവെങ്കിൽ ദാരുകൻ വിജയിക്കില്ല. ഞാനും നിങ്ങളോടൊപ്പം ഇത് ചൊല്ലുകയാണെങ്കിൽ അത് മന്ത്രങ്ങളെ സമ്പൂർണമാക്കും. നിങ്ങളുടെ സ്വന്തം നേട്ടത്തിനായി ഞാനിത് ചോദിക്കുന്നു. ഇത് ശരിയാണെന്ന് വിശ്വസിച്ച് മനോദരി 2 മന്ത്രങ്ങളും ബ്രാഹ്മണ സ്ത്രീക്ക് വെളിപ്പെടുത്തി. മന്ത്രം ചൊല്ലാൻ വിജനമായ തടസ്സമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് ദുർഗാദേവി അവിടെ നിന്നും മറഞ്ഞു. തുടർന്ന് യഥാർത്ഥ രൂപം പൂണ്ട് ദുർഗാദേവി ഭദ്രകാളിക്ക് മന്ത്രങ്ങൾ വെളിപ്പെടുത്തി. അത്യധികം ഊർജസ്വലയായ ഭദ്രകാളി വീണ്ടും യുദ്ധക്കളത്തിലേക്ക് തിരിച്ചു വന്നു. ദാരുകനെ ആക്രമിച്ചു. രഥം നശിപ്പിച്ചിട്ട് അവന്റെ കുതിരകളെയെല്ലാം വധിച്ചു. സാരഥിയെയും കൊന്നു. ദാരുകൻ ബ്രഹ്മദണ്ഡ് പ്രയോഗിച്ചിട്ടും ഫലമുണ്ടായില്ല. തന്റെ ശത്രു ദിവ്യമന്ത്രങ്ങളെക്കുറിച്ച് അറിവ് നേടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ ദാരുകൻ കൊട്ടാരത്തിലേക്ക് തിരിച്ചു ചെന്ന് മനോദരിയോട് ആരാഞ്ഞു. സംഭവം മുഴുവൻ അവൾ വിവരിച്ചപ്പോൾ ദാരുകൻ തന്റെ അവസാനം അടുത്തെന്ന് ബോധ്യമായി ഇങ്ങനെ പറഞ്ഞു, ഈ ജീവിതത്തിൽ ചെയ്യേണ്ട എന്റെ പ്രാരബ്ധ കർമ്മം അവസാനിച്ചിരിക്കുന്നു. ജനിച്ച ഒരാൾക്ക് മരണം അനിവാര്യമാണ്. എന്റെ അവസാനം അടുത്തു. നിരാശപ്പെടരുത്. നീ നിന്റെ പിതാവിന്റെ കൊട്ടാരത്തിലേക്ക് മാറി അവിടെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ജീവിക്കണം. എന്നോടൊപ്പം മരിക്കരുത്. ഇങ്ങനെ ഭാര്യയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ദാരുകൻ യുദ്ധക്കളത്തിലേക്ക് മടങ്ങി. ഈ സമയത്ത് ഭദ്രകാളിയുടെ നിർദ്ദേശപ്രകാരം ഭൂതഗണങ്ങൾ ദാരുകന്റെ തലസ്ഥാന നഗരം പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു. ഭാര്യ കേണപേക്ഷിച്ചിട്ടും ദാരുകൻ ദേവിക്കെതിരെ പോരാടി. ദേവിയുടെ അസ്ത്രം ദാരുകന്റെ കയ്യിൽ നിന്നും
ബ്രഹ്മദണ്ഡത്തിനെ തെറിപ്പിച്ച് പകരം അത് ദാരുകനെ പിന്തുടരാൻ തുടങ്ങി. സന്ധികൾ തകർന്ന് ദാരുകൻ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിയൊളിച്ചു. 8-ാം അധ്യായം. പരിഭ്രാന്തനും ക്ഷീണിതനുമായ ദാരുകൻ ദേവിയിൽ നിന്ന് രക്ഷ തേടി പാതാള ലോകത്തിൽ പോയി ഒളിച്ചു. ദാരുകനെ വധിക്കാൻ കഴിയാത്തതിനാൽ നിരാശയായ ഭദ്രകാളി ഇത് എങ്ങനെ പിതാവിനോട് വിശദീകരിക്കും എന്ന് ചിന്തിച്ചു. തത്സമയം ഒരു അശരീരി ദേവി കേട്ടു. ദാരുകൻ പാതാള ലോകത്തിൽ ഒളിച്ചിരിക്കുകയാണ്. തുടർന്ന് ദേവി സൂര്യനെ തന്റെ മുടിയിഴകളാൽ മറച്ച് ഭൂമിയിൽ ഇരുട്ടു പരന്നു. എന്നിട്ട് ദേവി തന്റെ നാവ് ഭൂമി മുഴുവനും വ്യാപിപ്പിച്ചു. രാത്രിയായെന്ന് വിശ്വസിച്ച ദാരുകൻ പുറത്തു വന്ന് ദേവിയുടെ നാവിലൂടെ നടക്കാൻ തുടങ്ങി. ദേവി പതുക്കെ നാവ് പിന്നിലേക്ക് ചുരുട്ടി ദാരുകൻ അടുത്തെത്തിയപ്പോൾ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞു. ദാരുകൻ ഭൂമിയിൽ പതിക്കുന്നതിന് മുന്നേ കാളി തന്റെ ത്രിശൂലം പ്രയോഗിച്ചു. രക്തത്തിൽ പൂർണ്ണമായും കുതിർന്ന ദാരുകൻ ദേവിയോട് കേണപേക്ഷിച്ചു, അമ്മേ, ദയവായി എന്നെ കൊല്ലരുത്. ദാരുകന്റെ ദാരുണാപേക്ഷ കേട്ട് ദേവിയുടെ മനസ്സലിഞ്ഞു. കരുണയോടെ ദാരുകനെ ദേവി നോക്കി. ദേവിയുടെ മനോമാറ്റം കണ്ട് ദേവന്മാരും മുനിമാരും ദാരുകന്റെ എല്ലാ ഹീനമായ ചെയ്തികളും ദേവിയെ ഓർമ്മിപ്പിച്ചു. ദാരുകൻ കൊല്ലപ്പെടേണ്ടവനാണെന്നും ദാരുകാവധമാണ് മഹാദേവന്റെ കൽപ്പനയെന്നും ദേവിയെ സ്തുതിഗീതങ്ങളാൽ ഓർമ്മിപ്പിച്ചു. തുടർന്ന് പ്രകോപിതയായ ദേവി തന്റെ ഭയാനകമായ രൂപം സ്വീകരിച്ചു. ദേവിയുടെ കണ്ണുകളിൽ നിന്നും അഗ്നി പറന്നു. ദേവി ദാരുകനെ എടുത്തെറിഞ്ഞു. ആകാശത്തിൽ വെച്ച് ത്രിശൂലം ഉപയോഗിച്ച് നെഞ്ചു പിളർന്നു. അവന്റെ രക്തം പാനപാത്രത്തിൽ ശേഖരിച്ചു കുടിച്ചു. കുടലിനെ മാലയായി ധരിച്ചു. ദാരുകന്റെ തല ഛേദിച്ച് കയ്യിൽ പിടിച്ച് നൃത്തം ചെയ്യാൻ തുടങ്ങി. കോപം ശമിക്കാതെ ദേവി വേതാളത്തിന്റെ ചുമലിൽ കയറി ഭൂതഗണങ്ങളുടെ സൈന്യവുമായി കൈലാസ പർവ്വതത്തിലേക്ക് പോയി. അവളുടെ വരവ് കണ്ട പരമേശ്വരൻ ഗണപതിയെയും നന്ദിയെയും വിളിച്ചു. കുട്ടികളുടെ രൂപം ധരിച്ച് കൈലാസത്തിന്റെ കവാടത്തിൽ കിടക്കാൻ അവരെ നിർദ്ദേശിച്ചു. കാളിയെ സ്തുതിച്ചു അവളെ സമാധാനിപ്പിക്കാനും ശാന്തയാക്കാനും അദ്ദേഹം ഭക്തരോട് പറഞ്ഞു. കോപാവിഷ്ടായ കാളി കൈലാസത്തിന്റെ അടുത്തെത്തിയപ്പോൾ 2 നവജാത ശിശുക്കളെ കണ്ടു. മാതൃഭാവത്താൽ അവൾ 4 കൈകൾ കൊണ്ട് കുട്ടികളെ എടുത്ത് താലോലിച്ച് മുലയൂട്ടി. ഇപ്രകാരം ശാന്തയായ ദേവിയെ ദേവന്മാരും ഋഷികളും സ്തുതിഗീതങ്ങളാൽ കൈലാസത്തിൽ സ്വീകരിച്ചു. 9-ാം അധ്യായം. ഈ അധ്യായത്തിൽ പ്രധാനമായും ദേവീസ്തുതികളാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഭദ്രകാളിയുടെ മഹത്വം, പ്രത്യേക സവിശേഷതകൾ, നന്മഗുണങ്ങൾ എന്നിവ ഇതിൽ വിശദീകരിച്ചിരിക്കുന്നു. അസുരവധം ചെയ്തുകൊണ്ട് ദേവി ലോകത്തെ രക്ഷിക്കുന്നതെങ്ങനെ, ദേവിയുടെ വിവിധ രൂപങ്ങൾ, സൃഷ്ടിശക്തികൾ, സ്ഥിതി സംരക്ഷണം, സംഹാരം, ദേവിയുടെ ശാരീരിക വിവരണം എന്നിവ വിശദമായി ഉൾക്കൊള്ളുന്നു. എല്ലാവിധ സംരക്ഷണത്തിനും ഗുണങ്ങൾക്കും കൂടാതെ ശത്രുക്കൾ, അപകടങ്ങൾ, പ്രേതങ്ങൾ, ആത്മാക്കൾ എന്നിവയെക്കുറിച്ചുള്ള ഭയം നിർമാർജീകരിക്കുന്നതിനും ഇത് പാരായണം ചെയ്യാം. സ്തുതികളിൽ സന്തുഷ്ടയായ സംപ്രീതിയുമായ ഭദ്രകാളി ഋഷികളെ അനുഗ്രഹിച്ചു. തുടർന്ന് ഉമാമഹേശ്വരന്മാരെ നമസ്കരിച്ചു.
മഹാദേവൻ അവളെ ഇപ്രകാരം അനുഗ്രഹിച്ചു: ദേവി, 3 ലോകങ്ങളിലും സമാധാനം പുനഃസ്ഥാപിച്ചു. ദേവിക്ക് ധാരാളം ഭക്തരുണ്ടാകും. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ദേവിയുടെ അനുഗ്രഹത്താൽ സാക്ഷാത്കരമാകും. സംരക്ഷണത്തിനായി അവർ ദേവിയെ പ്രാർത്ഥിച്ചു വഴിപാടുകൾ അർപ്പിക്കും. ജനങ്ങളുടെ ദുരിതങ്ങൾ ലഘൂകരിക്കുന്നതിനായി കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും ഭദ്രകാളിയെ ആരാധിക്കുന്ന ഉപാസകർക്ക് ദീർഘായുസ്, സമ്പത്ത്, സന്തോഷം എന്നിവയാൽ ഭഗവതി അനുഗ്രഹം ചൊരിയുന്നു. ശേഷം ഭദ്രകാളി ദേവി ചന്ദ്രസേനൻ രാജാവ് വേട്ടയാടാൻ പോയ വനത്തിലെത്തി തപസ് ചെയ്തു. കുറെ കാലം തപസ് ചെയ്തയാൾ അവിടെ ചുറ്റും ചിതൽപുറ്റുകൾ വളർന്നു വന്നു. ചന്ദ്രസേനൻ രാജാവിന്റെ ആനകൾ അസ്വസ്ഥമാക്കിയത് ഈ ചിതൽപുറ്റുകളെയാണ്. ചിതൽപുറ്റിൽ നിന്നും ഉയർന്നു വന്ന ഭീകരരൂപം ചന്ദ്രസേനനെ കൊല്ലാതെ വിട്ടത് ദേവിയുടെ കൃപയാൽ മാത്രമാണ്. ഭദ്രകാളിയുടെ മഹാത്മ്യം ശ്രവിക്കുന്നത് വളരെ ശുഭകരമാണ്. ഭദ്രകാളി ദേവിയുടെ മഹത്വത്തെക്കുറിച്ച് ധ്യാനിക്കുകയോ മഹാത്മ്യം മറ്റുള്ളവരോട് വിവരിക്കുകയോ ചെയ്താൽ എല്ലാത്തരം മോഹങ്ങളും സാക്ഷാത്കരിക്കപ്പെടും. ഈ സന്ദേശത്തോടെ സുതീക്ഷണൻ മുനി ദേവിയെക്കുറിച്ചുള്ള വിശദീകരണം പര്യവസാനിപ്പിച്ചു. ശ്രീ ഭദ്രകാളി ചരണാരവിന്ദാർപ്പണമസ്തു.